ഇടിമിടിക്കൽ ജ്വല്ലറിയും ചേർന്നൊരുക്കിയ ഇങ്ങനെ പോയാൽ ഈ ഓണം എന്ന 2 മിനിറ്റ് ഷോർട്ട് ഫിലിം കോമ്പറ്റീഷന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണ്. ഏകദേശം 1 മാസത്തോളമായിട്ട് ഈ ഒരു റിസൾട്ടിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുവാണെന്ന് നമുക്കറിയാം. 31 ടീമുകളാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തത്. 31 ടീം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 100-300ഓളം ആളുകളുടെ എഫേർട്ടാണ് 31 എൻട്രീസ് ആയിട്ട് നമ്മുടെ മുന്നിലെത്തിയത്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും മാക്ടിവിയുടെ പ്രേയേഴ്സ് ആൻഡ് വിഷസ് അറിയിക്കും. ഇനി നമ്മുടെ ജൂറി മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. 3 പേരാണ് ജഡ്ജ്മെന്റ് പാനലിൽ ഉണ്ടായിരുന്നത്. ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പ്രൊഫസർ കവിയൂർ ശിവപ്രസാദ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡയറക്ഷൻ പഠിച്ച അദ്ദേഹം ഇതുവരെ 9 സിനിമകൾ, 85-ലധികം ഡോക്യുമെന്ററീസ്, നിരവധി TV സീരിയലുകൾ എന്നിവ ചെയ്തു കഴിഞ്ഞു. 1981 റിലീസായ ജലരേഖ എന്ന മൂവിയിലൂടെയാണ് ഫിലിം മേക്കറായി അദ്ദേഹം തന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1990 കേരള സ്റ്റേറ്റ് ഫിലിം സ്പെഷ്യൽ ജൂറി അവാർഡ് നേടിയ വേമ്പനാട് എന്ന ചിത്രം, 2004 കുഞ്ചാക്കോ ബോബന് സ്പെഷ്യൽ ജൂറി പുരസ്കാരം കിട്ടിയ ഈ സ്നേഹതീരത്ത് എന്ന മൂവി, CMS വാതാവരൺ ഇന്റർനാഷണൽ എൻവയോൺമെന്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം അവാർഡ് നേടിയ 2012 റിലീസ് മൂവി സ്ഥലം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച വർക്കുകളാണ്. 2000 പുറത്തിറങ്ങിയ പലതുള്ളി പെരുവെള്ളം എന്ന ഡോക്യുമെന്ററിക്ക് സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം ലഭിച്ചു. നെക്സ്റ്റ് ജൂറി മെമ്പർ മിസ്റ്റർ സജൻ കളത്തിൽ. 1996 പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമറ്റോഗ്രഫിയിൽ ഫസ്റ്റ് റാങ്ക് നേടിയ അദ്ദേഹം മലയാളത്തിലും മറ്റ് ഭാഷകളിലുമുള്ള സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വിവിധ ഭാഷകളിലായി 1000-ലധികം ആഡ് ഫിലിംസിന് വേണ്ടിയും അദ്ദേഹം സിനിമാറ്റോഗ്രാഫർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ജൂറി മെമ്പർ മിസ്റ്റർ ഫാൻഡം പ്രവീൺ. ചങ്ങനാശ്ശേരി സെയിന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ MA സിനിമ ആൻഡ് ടെലിവിഷൻ പഠിച്ച ശേഷം സംവിധായകൻ മാർട്ടിൻ പ്രകാശിന്റെ അസിസ്റ്റന്റായി സിനിമാ രംഗത്തേക്ക് എത്തിയ അദ്ദേഹം ഉദാഹരണം സുജാത എന്ന സൂപ്പർ ഹിറ്റ് മൂവിയിലൂടെ സ്വതന്ത്ര സംവിധായകനായി മലയാള സിനിമാ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംവിധായകനാണ്. അടുത്തതായി 1000 രൂപയുടെ പ്രോത്സാഹന സമ്മാനത്തിന് അർഹമായിരിക്കുന്ന മികച്ച 10 ടീമുകൾ. എൻട്രി നമ്പർ 8 പാഠം 1 പൂക്കൂട. എൻട്രി നമ്പർ 14 മഹിയുടെ സങ്കടം. എൻട്രി നമ്പർ 9 ഇങ്ങനെയും ഒരോണം. എൻട്രി നമ്പർ 11 മാനുജരെല്ലാരും ഒന്നുപോലെ. എൻട്രി നമ്പർ 21 ഇങ്ങനെ പോയാൽ ഈ ഓണം. എൻട്രി നമ്പർ 31 ഇങ്ങനെ പോയാൽ ഈ ഓണം സൂക്ഷിച്ചോണം. എൻട്രി നമ്പർ 7 ഈ നേരവും കടന്നുപോകും. എൻട്രി നമ്പർ 23 മാവേലികൾ. എൻട്രി നമ്പർ 26 ഓണത്തേര്. എൻട്രി നമ്പർ 29 നേരോണം. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദ ടീം മെമ്പേഴ്സ്. ആദ്യമായി അനൗൺസ് ചെയ്യുന്ന അവാർഡ് ജനപ്രിയ ചിത്രം. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂസും ലൈക്സും നേടിയ ചിത്രത്തിനാണ് പോപ്പുലർ ഫിലിം എന്ന അവാർഡ് നൽകുന്നത്. ജഡ്ജ്മെന്റ് പീരീഡിൽ 9000-ലധികം വ്യൂസും 2800-ലധികം ലൈക്സും നേടി പോപ്പുലർ ഫിലിമിനുള്ള 5000 രൂപയുടെ ക്യാഷ് പ്രൈസിന് അർഹമായിരിക്കുന്നത് എൻട്രി നമ്പർ 10 ഓർമ്മയിൽ ഒരോണം. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദ ടീം മെമ്പേഴ്സ്. ബെസ്റ്റ് ഡയറക്ടറിനുള്ള 2000 രൂപയുടെ ക്യാഷ് പ്രൈസ് നേടിയിരിക്കുന്നത് ജിതിൻ കെ ജോസ് ഫോർ എൻട്രി നമ്പർ 22 ഹാപ്പി ഓണം. ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫറിനുള്ള 2000 രൂപയുടെ ക്യാഷ് പ്രൈസ് നേടിയിരിക്കുന്നത് ദേവസ്യാച്ചൻ ജോമോൻ ഫോർ എൻട്രി നമ്പർ 26 ഓണത്തേര്. ഇനിയാണ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് പ്രൈസസ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. 5000 രൂപയുടെ തേർഡ് പ്രൈസ് വിൻ ചെയ്തിരിക്കുന്നത് എൻട്രി നമ്പർ 10 ഓർമ്മയിൽ ഒരോണം. ഇനി സെക്കൻഡ് പ്രൈസ് 7500 രൂപയുടെ രണ്ടാം സമ്മാനം വിൻ ചെയ്തിരിക്കുന്നത് എൻട്രി നമ്പർ 19 എലോണം. മാക്ടിവിയും ഇടിമിടിക്കൽ ജ്വല്ലറിയും ചേർന്നൊരുക്കിയ ഓൾ കേരള 2 മിനിറ്റ് ഷോർട്ട് ഫിലിം കോമ്പറ്റീഷന്റെ 10000 രൂപയുടെ ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്തിരിക്കുന്നത് എൻട്രി നമ്പർ 22 ഹാപ്പി ഓണം. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള മാക്ടിവി പ്രവർത്തനങ്ങളോടെ അനുബന്ധിച്ച് നടത്തിയ ഹ്രസ്വ ചിത്രങ്ങളുടെ മത്സര വേദിയിൽ അവസാനം വന്ന 16 ചിത്രങ്ങൾ ഞാൻ കാണുകയുണ്ടായി. പലതും ഉന്നത നിലവാരം എന്ന് പറയാൻ ഒക്കുന്നില്ലെങ്കിലും നിലവാരം പുലർത്തിയ ചിത്രങ്ങളായിരുന്നു എല്ലാം തന്നെ. ചിലവ വളരെ ഹൃദ്യമായി എനിക്ക് തോന്നി, ഹൃദയസ്പൃക്കായിട്ടും തോന്നി. അതിൽ ഹാപ്പി ഓണം എന്ന ചിത്രം വളരെ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്നതും നമുക്ക് മിസ്സിങ് ആകുന്ന ആ സ്നേഹത്തെ വളരെയധികം ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനും രണ്ടാമത് വന്ന ആളോണം എന്ന ചിത്രത്തിനും
എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നൽകുകയാണ്. മൂന്നാമത് എത്തിയ ഓർമ്മയിലൊരു ഓണം എന്നീ ചിത്രങ്ങളും ഭേദപ്പെട്ട നിലവാരം പുലർത്തിയായി തോന്നുകയാണ്. അങ്ങനെ ആണ് അതിൻ്റെ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത്. ഈ സംരംഭത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കൂടുതൽ പ്രോത്സാഹനം ഉണ്ടാവട്ടെ, ഏറ്റവും കൂടുതൽ നന്മകളുണ്ടാവട്ടെ, കൂടുതൽ ചിത്രങ്ങൾ അവരുണ്ടാക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ മികച്ച സംവിധായകനായി ഈ ഹാപ്പി ഓണം എന്ന ചിത്രം സംവിധാനം ചെയ്ത ആളിനാണ് അത് അർഹനായത് എന്നും ഈ അവസരത്തിൽ പറയും. നമ്മുടെ ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഇപ്പോൾ ഈ ഞങ്ങൾ സെലക്ഷന് വേണ്ടി കണ്ട പടങ്ങളുടെ എല്ലാം അനലൈസ് ചെയ്ത് നോക്കുമ്പം പല ആസ്പെക്ട്സിലും ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. പിന്നെ ശുഭ സാർ പറഞ്ഞ പോലെ നമ്മളുടെ പ്രൈസ് കിട്ടിയിരിക്കുന്ന പടം ഹാപ്പി ഓണം അത് എല്ലാ വിധത്തിലും നല്ല ഇമോഷണലായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമായിരുന്നു അത്. ഈ ഷോർട്ട് ഫിലിം കോൺടെസ്റ്റിൽ ഇപ്പം ബെറ്റർ സിനിമാറ്റോഗ്രാഫി സെലക്ട് ചെയ്തിരിക്കുന്ന ഓണത്തേർ എന്ന ഷോർട്ട് ഫിലിമിനാണ്. അതിൻ്റെ ഫോട്ടോഗ്രാഫിയോടൊപ്പം തന്നെ മറ്റു പടങ്ങളും നിലവാരം ഉള്ളത് തന്നെയായിരുന്നു. ഓണത്തേരിൻ്റെ പിന്നെ ഫോട്ടോഗ്രാഫി സമ്മാനം അർഹരാകാൻ കാരണം അതിൻ്റെ ഓരോ ആസ്പെക്റ്റ്, എസ്തെറ്റിക്കൽ ആസ്പെക്റ്റായിട്ടുള്ള കോമ്പോസിഷൻ, പിന്നെ നന്നായിട്ട് ഉള്ള ലൈറ്റിങ്, പിന്നെ നന്നായിട്ട് മൂവ്മെൻറ്റ്സുകൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റിലാണ് അതിൻ്റെ സമ്മാനം ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമിൽ പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും എൻ്റെ ആശംസ നേരുന്നു. Maactv സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദ്യമായിട്ട് ആശംസകൾ അർപ്പിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 16ഓളം ചിത്രങ്ങളാണ് കാണാൻ സാധിച്ചത്. ഇങ്ങനെ പോയാൽ ഈ ഓണം എന്നുള്ളതായിരുന്നു നമ്മുടെ വിഷയം. നമ്മൾ ഇപ്പോൾ കോവിഡിൻ്റെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുപാട് പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ നല്ല ചിത്രങ്ങൾ ഒരുക്കാനായിട്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിമുകൾ ഇന്ന് സിനിമയിലേക്ക് പോലുമുള്ള ഒരു എൻട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചിത്രങ്ങൾ ഒരുക്കിയായിട്ടുള്ള ഈ 16ഓളം സിനിമകളുണ്ട്. അതിൽ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും നല്ല സിനിമകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവർക്കൊക്കെ സിനിമയിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ, കൂടുതൽ ഷോർട്ട് ഫിലിമുകൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാ കണ്ടസ്റ്റൻസിനും വിന്നേഴ്സിനും എല്ലാവിധ ആശംസകളും. ഇനിയും Maactv ഇതുപോലെയുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസും കോമ്പറ്റീഷൻസും ഒക്കെ നടത്തുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. അഭിമാനമാണ് സ്വർണം. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, MC റോഡ്, ചങ്ങനാശ്ശേരി, KK റോഡ്, കോട്ടയം.